ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ നേരെ സമയം കളയുന്നില്ല, നേരെ ചോദ്യത്തിലേക്ക് പോവാം. ദ സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 145. അതായത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 5 ടേംസിൻ്റെ തുക അല്ലെങ്കിൽ സം എന്ന് പറയുന്നത് എത്രയാണ്? 145 ആണ്. എങ്കിൽ ഫൈൻഡ് ദ തേർഡ് ടേം കണ്ടുപിടിക്കാൻ, മൂന്നാമത്തെ ടേം കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ ഒരു 5 ടേം ഉണ്ടെന്ന് വിചാരിക്കാം. 5 ടേമുകളുണ്ട്. ഈ 5 ടേമുകളുടെയും സമ്മാണ് എത്ര? 145. എങ്കിൽ മൂന്നാമത്തെ ടേം, അപ്പോൾ നിങ്ങൾ നോക്കിയേ, മൂന്നാമത്തെ ടേം എന്ന് പറയുന്നത് എന്തായിട്ട് വരും? മിഡിൽ ടേം ആണ് അല്ലേ? ഈ തേർഡ് ടേം എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും ഒരു മിഡിൽ ടേം ആണ് അല്ലേ? അപ്പോൾ ഈ മിഡിൽ ടേം കാണാനായിട്ട് നമുക്കൊരു എളുപ്പമാർഗ്ഗമുണ്ട്. എന്താ? ഈ തന്നിരിക്കുന്ന സമ്മിനെ, ഈ തന്നിട്ടുള്ള സമ്മിനെ നമ്മൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? ടോട്ടൽ എത്ര ടേം ഉണ്ട് നോക്കുക. എത്ര ടേം ഉണ്ട്? 5 അല്ലേ? ആ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? തേർഡ് ടേം ആയിരിക്കും. ക്ലിയർ ആണോ? തന്നിട്ടുള്ള സമ്മിനെ നമ്മൾ എത്ര ടേം ഉണ്ടോ ആ ടേം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് എന്തായിരിക്കും? നമുക്ക് മിഡിൽ ടൈം ആയിരിക്കും. ഒരു എക്സാമ്പിൾ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സീക്വൻസ് ആണ് 2, 4, 6, 8, 10. നമുക്കറിയാം 6 എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? മിഡിൽ ടൈം ആണ്. ആ 6 എങ്ങനെ കിട്ടി എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൻ്റെ എല്ലാത്തിൻ്റെ സമ്മ് നോക്കാം. ഈ എല്ലാ ടൈമും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 30 എന്ന് കിട്ടും അല്ലേ? ആ 30നെ ടോട്ടൽ എത്ര ടൈം ഉണ്ട് ഇവിടെ? 1, 2, 3, 4, 5. ആ 5 ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് ഉത്തരം എന്താ കിട്ടിയേ? 6 എന്നല്ലേ? ആ 6 ഇവിടുത്തെ മിഡിൽ ടൈം. ക്ലിയർ ആണോ? അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ തന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, സം എത്രയാണെന്ന് നോക്കാം. ഓക്കെ, പിന്നെ മിഡിൽ എന്തായാലും ഒരു ടൈം ഉണ്ടാവും. ആ ടൈം ആയിരിക്കും നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറയാം. അപ്പോൾ ഈ ടോട്ടൽ സമ്മിനെ നിങ്ങൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത്? ഇവിടെ ടോട്ടൽ എത്ര ടേമുകൾ ഉണ്ട് ആ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? ഇനി അതിനകത്ത് രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഇഫ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദി സീക്വൻസ് ഈസ് 4 റൈറ്റ് ദ ടേംസ്. അതായത് നമുക്കിവിടെ കോമൺ ഡിഫറൻസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 4 ആണ് കോമൺ ഡിഫറൻസ്. എങ്കിൽ അടുത്ത ടേമുകൾ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം മിഡിൽ ടൈം ഇപ്പം നമുക്ക് കിട്ടി. മിഡിൽ ടൈം എത്രയാണ് കിട്ടിയത്? 29 എന്ന് കിട്ടി അല്ലേ? മിഡിൽ ടൈം എത്ര? 29. ടോട്ടൽ എത്ര ടൈം ഉണ്ടെന്ന് അറിയാം നമുക്ക്? 5 ടൈമുകളുണ്ട്. 5 ടൈമുകളുണ്ട്. പക്ഷെ കോമൺ ഡിഫറൻസ് എത്രയെന്ന് പറഞ്ഞത് 4 ആണ് കോമൺ ഡിഫറൻസ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ 29ൻ്റെ കൂടെ 4 കൂട്ടാം. ഓക്കെ, 33. പിന്നെ 33ൻ്റെ കൂടെ എന്ത് കൂട്ടാ? 4 ആഡ് ചെയ്യാം. ഇനി ബാക്കിലത്തെ ടൈം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? 4 മൈനസ് ചെയ്താൽ മതി അല്ലേ? 25. 25 വീണ്ടും ഒരു 4 മൈനസ് ചെയ്താൽ 21. ക്ലിയർ ആണല്ലോ ഈ ക്വസ്റ്റ്യൻ? അപ്പോൾ നമുക്ക് എത്ര മാർക്ക് കിട്ടി? 3 മാർക്ക് വളരെ സിമ്പിളായിട്ട് കിട്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെ നമുക്കൊരു സ്ക്വയർ തന്നിട്ടുണ്ട്. ഈ കാണുന്നത് നമ്പർ 1 എന്ന് പറയുന്നത് എന്താണ്? സ്ക്വയർ ആണ്. നമ്പർ 2 എന്ന് പറയുന്നത് എന്താ? ഒരു റെക്റ്റാങ്കിൾ ആണ്. ഈ തന്നിരിക്കുന്നത് എന്താണ്? ഒരു റെക്റ്റാങ്കിൾ ആണ്. അതേപോലത്തെ വേറെ റെക്റ്റാങ്കിളും കൂടിയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആണോ? എ സ്ക്വയർ ആൻഡ് 2 റെക്റ്റാങ്കിൾ ഓഫ് ദി സെയിം ഹൈറ്റ്. ഒരു സ്ക്വയറും 2 റെക്റ്റാങ്കിൾ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. എല്ലാത്തിൻ്റെയും ഹൈറ്റ് എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. ഒരുമിച്ച് വെച്ചപ്പോൾ ഇതിൻ്റെ ഈ റെക്റ്റാങ്കിളിൻ്റെ ഈ ഒരു സൈഡ് തന്നിട്ടുണ്ട്. എത്രയാണ്? 2 സെൻറ്റിമീറ്റർ. ഈ റെക്റ്റാങ്കിൾ ഈ സൈഡ് 2 സെൻറ്റിമീറ്റർ ആണ്. ഇതെല്ലാം ഒരുമിച്ച് വെച്ചു. ഈ 2 റെക്റ്റാങ്കിളും ഈ സ്ക്വയറും എല്ലാം ഒരുമിച്ച് വെച്ചപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഏരിയ, ഈ കാണുന്നതിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? 96 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടി. ക്ലിയർ ആണോ? ഇതാണ് നമ്മളെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം എന്താ? ടേക്കിംഗ് ദ സൈഡ് ഓഫ് ദി സ്ക്വയർ എസ് എക്സ്. സ്ക്വയറിൻ്റെ ഒരു വശത്തിന് എക്സ് ആയിട്ട് എടുക്കുക. ഈ കാണുന്നതാണല്ലോ സ്ക്വയർ. ഈ നമ്പർ 1 ഇട്ടതാണ് സ്ക്വയർ. അതിൻ്റെ ഒരു വശം, എല്ലാ വശങ്ങളും എന്തായിരിക്കും? അപ്പോൾ എക്സ്. സ്ക്വയറിൻ്റെ ഒരു സൈഡ് എക്സ് ആയിട്ട് എടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാ വശവും തന്നെ ആയിരിക്കും എക്സ് തന്നെ ആയിരിക്കും. പിന്നെ എന്താ പറഞ്ഞത്? റൈറ്റ് ഇൻ ദ ഇക്വേഷൻ റെപ്രസെൻറ്റ് ഇൻ ദ ഗിവൺ ഡീറ്റെയിൽസ്. ഈ തന്നിട്ടുള്ള ഡീറ്റെയിൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളോടൊരു ഇക്വേഷൻ ഉണ്ടാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഈ തന്നിട്ടുള്ള ചിത്രത്തിനെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ട, ഒരു സ്ക്വയർ, ഇതാണ് നമ്പർ 1, ഇത് സ്ക്വയർ, ഇത് രണ്ടാമത്തെ ഫിഗർ അല്ലേ? അതിൻ്റെ ഈ വശം എന്ന് പറയുന്നത് എന്താണ്? എക്സ്. ഈ പറയുന്ന വശം എന്താണ്? 2. അടുത്ത റെക്റ്റാങ്കിൾ ആണ് ഈ കാണുന്നത് അല്ലേ? അതിൻ്റെ ഈ വശം എത്രയാണ്? എക്സ്. ഈ വശം എന്താണ്? 2. കാരണം ഇവിടെ എല്ലാം എക്സ് തന്നെ ആയിരിക്കുമല്ലോ. ഈ അളവ് തന്നെയല്ലേ ഇവിടെയും വരുന്നതും അല്ലേ? അപ്പോൾ ഇതെന്താണ്? എക്സും ഇത് എക്സും. അപ്പോൾ സ്ക്വയറിൻ്റെ ഏരിയ, സ്ക്വയർ ടോട്ടൽ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്?
96 എന്നിട്ടുണ്ട്. ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടിയിട്ടുള്ള ഏരിയ ആണ് 96 അല്ലേ. സ്ക്വയറിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ? സൈഡ് ഇൻറ്റു സൈഡ് ആണ്. സൈഡ് ഇൻറ്റു സൈഡ്. ഇവിടെ സൈഡ് ഏതാണ്? എക്സ്. എക്സ് ഇൻറ്റു എക്സ്. എക്സ് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് സ്ക്വയർ. ഓക്കെ. ഇനി ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് ഏതാ? ഇവിടെ എക്സ് എടുക്കുക, ബ്രെഡ്ത്ത് ഏതാ? 2 എടുക്കുക. എക്സ് ഇൻറ്റു 2 എന്തെന്ന് വരും? 2x എന്ന് കിട്ടി. ഇനി ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയ അത് തന്നെയല്ലേ, സെയിം തന്നെയല്ലേ? എക്സ് ഇൻറ്റു 2 എന്താ? 2x. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? 96 എന്ന് കിട്ടും. എക്സ് സ്ക്വയർ 2xും നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്തൂടെ? 2x ആഡ് ചെയ്യുമ്പോൾ 4x എന്ന് കിട്ടി. അപ്പം എക്സ് സ്ക്വയർ പ്ലസ് 4x. ഈ 96നെ നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അപ്പം എന്ത് വരും? -96 ഈക്വൽ ടു 0. ഇപ്പം നമുക്കൊരു ഇക്വേഷൻ ആയില്ലത്. ഓക്കെ. എക്സ് സ്ക്വയർ പ്ലസ് 4x -96 ഈക്വൽ ടു 0. നമ്മളോട് ഇക്വേഷൻ രൂപത്തിൽ എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഇക്വേഷൻ എഴുതാനായിട്ട് സാധിച്ചു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് ദി സ്ക്വയർ. സ്ക്വയറിന്റെ ഒരു വശം എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. സ്ക്വയറിന്റെ ഒരു സൈഡ്, അതായത് എക്സ് എത്രയാണെന്ന് നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പം നമ്മൾ നേരെ എന്ത് ചെയ്തു? ഇക്വേഷൻ എഴുതി. എക്സ് സ്ക്വയർ പ്ലസ് 4x. നമ്മൾ നേരത്തെ ഇവിടെ എഴുതിയത് എക്സ് സ്ക്വയർ പ്ലസ് 4x എന്ന് പറയുന്നത് എത്രയാണ്? 96 ആണ്. നമുക്ക് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചതാണ് അല്ലേ. ഓക്കെ. ഇവിടെ സ്ക്വയറിംഗ് മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എക്സ് കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാണ്? സ്ക്വയറിംഗ് മെത്തേഡാണ്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കേട്ടിരിക്കണം കേട്ടോ. അറിയാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ പഠിച്ചെടുത്തോ. എക്സിൻ്റെ കൂടെ വരുന്ന ടേമില്ലേ, എന്താണ്? എക്സിൻ്റെ കൂടെ, എക്സ് സ്ക്വയർ ഒന്നല്ല, എക്സിൻ്റെ കൂടെ വരുന്ന ടേമില്ലേ, ആ ടേമിൻ്റെ പകുതിയുടെ സ്ക്വയർ എടുക്കാം. ശ്രദ്ധിക്കുക, എക്സിൻ്റെ കൂടെ വരുന്ന ടേമിൻ്റെ പകുതി, ഹാഫ്, അതിൻ്റെ സ്ക്വയർ എടുത്തിട്ട് ഇവിടെയും രണ്ട് വശത്തും, അതായത് ഈക്വൽ ടുവിൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക? ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നോക്കുക, രണ്ടാമത്തെ സ്റ്റെപ്പ് എക്സ് സ്ക്വയർ പ്ലസ് 4x, 4ൻ്റെ പകുതി അല്ലേ, 2ൻ്റെ സ്ക്വയർ, പകുതിയുടെ സ്ക്വയർ, 4ൻ്റെ പകുതിയുടെ സ്ക്വയർ, 2 സ്ക്വയർ, ഇവിടെയും ആഡ് ചെയ്ത് കൊടുത്തു. കണ്ടോ? ഇതാണ് സ്ക്വയറിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന ഇതിനെ നമുക്ക് ചുരുക്കി എഴുതാം. എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അതെങ്ങനെ എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ എന്ന് കിട്ടി? നമ്മൾ പഠിച്ചിട്ടുണ്ട് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ് അല്ലേ. ഇവിടെ നോക്കി നിങ്ങൾ, എ സ്ക്വയറിന് പകരം ആരാ എടുക്കുന്നത്? ഇവിടെ എ സ്ക്വയറിന് പകരം ഇവിടെ എക്സ് സ്ക്വയർ, ഇവിടെ ബി സ്ക്വയറിന് പകരം ഇവിടെ 2 സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഇത് എയും ഇത് ബി ആണെങ്കിൽ നമുക്കിങ്ങനെ എഴുതിക്കൂടെ? കണ്ടോ? എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? ഇതാണ് ഇവിടെ കണക്ഷനായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. കണ്ടോ? ഇതിൻ്റെ ഈ മോഡലിലാണ് നമ്മൾ ഇതിനെ ചുരുക്കി എഴുതിയിരിക്കുന്നത്. ക്ലിയർ ആണോ? മനസ്സിലായ? ഇവിടെ എക്സിന് പകരം ഇവിടെ ആരാണ്? എ, ഇവിടെ 2ന് പകരം ഇവിടെ ആരാണ്? ബി. മനസ്സിലായ? ആ രൂപത്തിലാണ് ഇത് കിടക്കണേന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ നമ്മൾ ചുരുക്കി എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ എന്നാക്കി. ഈക്വൽ ടു 96 പ്ലസ് 2 സ്ക്വയർ എന്ത് കിട്ടി? 100 എന്ന് കിട്ടി. എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ, ഈ സ്ക്വയറിന് നമ്മൾ ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ എന്തായി? അത് റൂട്ടായിട്ട് മാറി. റൂട്ട് 100 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 ആണ്. നമ്മളിവിടെ പ്ലസ് ഓർ മൈനസ് ഇട്ട് കൊടുക്കണം. ഈ കിട്ടുന്ന റൂട്ട് വാല്യൂവിൻ്റെ കൂടെ നമ്മൾ പ്ലസ് ഓർ മൈനസ് മറക്കാതെ ഇട്ട് കൊടുക്കണം. പ്ലസ് വെച്ചിട്ടും ചെയ്യണം, മൈനസ് വെച്ചും ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ പ്ലസ് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ എക്സ് പ്ലസ് 2 ഈക്വൽ ടു പ്ലസ് 10 ആണ് അല്ലേ, പ്ലസ് 10ഉം എക്സ് പ്ലസ് 2 ഈക്വൽ ടു മൈനസ് 10ഉം. രണ്ട് വാല്യൂം ചെയ്യണം, പ്ലസും ചെയ്യണം അതുപോലെ തന്നെ എന്തും ചെയ്യണം? മൈനസും. രണ്ടും വെച്ചിട്ട് നമ്മൾ ചെയ്തു നോക്കണം കേട്ടോ. അപ്പോൾ എക്സ് പ്ലസ് 2 ഈക്വൽ ടു 10. അപ്പോൾ എന്താണ്? ഈ പ്ലസ് 2 എന്നുള്ളത് ഈക്വൽ ടു ഇപ്പുറത്ത് വരുമ്പോൾ -2 വരും. 10ൽ നിന്ന് 2 പേർക്കുമ്പോൾ എന്ത് കിട്ടും? 8 എന്ന് കിട്ടും. ക്ലിയർ ആണോ? 10ൽ നിന്ന് 2 പേർക്കുമ്പോൾ 8. ഇനി അതേപോലെ എക്സ് പ്ലസ് 2 ഈക്വൽ ടു -10 ആണ് അല്ലേ. ഈ പ്ലസ് 2 ഈക്വൽ ടു ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? -2 ആവും. മൈനസും വന്നാൽ നമുക്കറിയാം, രണ്ട് നമ്പറും നമ്മൾ ആഡ് ചെയ്തിട്ട് അതിന് മൈനസ് ഇട്ട് കൊടുക്കണം. ക്ലിയർ ആണോ? അപ്പോൾ എക്സിന് നമുക്ക് രണ്ട് വാല്യൂ കിട്ടി, 8 എന്നും കിട്ടി, -12 എന്നും കിട്ടി. നമ്മൾ എക്സ് എന്ന് പറയുന്നത് ഇവിടെ ആരാ? സ്ക്വയറിൻ്റെ ഒരു വശമല്ലേ എക്സ്, അതാണ് നമുക്ക് കിട്ടിയത്. നീളം, നമ്മൾ ലെങ്ത് എപ്പോഴും മൈനസിൽ പറയാറുണ്ടോ? പോസിറ്റീവിൽ മാത്രമല്ലേ പറയാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സ്ക്വയറിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് എത്ര ആയിട്ട് എടുക്കണം? നമ്മൾ പോസിറ്റീവായിട്ടുള്ള 8 ആയിട്ട് നമ്മൾ എടുക്കണം. ക്ലിയർ ആണോ? മനസ്സിലായ? ഇതിനകത്തുനിന്ന് നമുക്ക് കിട്ടുന്ന മാർക്ക് എത്രയാണ്? 3 മാർക്കാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ചോദ്യം 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. നമുക്കിവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം.
ഇൻ എ ട്രയാങ്കിൾ എ ബി സി. എ ബി സിയിൽ ഇവിടുത്തെ കോർഡിനേറ്റുകൾ തന്നിട്ടുണ്ട്. പി എന്ന് പറയുന്നിടത്ത് കോർഡിനേറ്റ് തന്നിട്ടുണ്ട്, ക്യൂ എന്ന് പറയുന്ന കോർഡിനേറ്റ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ആർ എന്ന് പറയുന്നിടത്ത് കോർഡിനേറ്റ് തന്നിട്ടുണ്ട്. ആർ ദ മിഡ് പോയിന്റ്സ് ഓഫ് ദ സൈഡ് ഓഫ് ബി സി സി എ ബി. ഇതെല്ലാം മിഡ് പോയിന്റ്സ് ആണ്. എ ബിയുടെ മിഡ് പോയിന്റ് ആണ് ആര്? ആറ്. അതുപോലെ തന്നെ എ സിയുടെ മിഡ് പോയിന്റ് ആണ് ക്യൂ. അതുപോലെ തന്നെ ബി സിയുടെ മിഡ് പോയിന്റ് ആണ് ഏത്? പി എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ഇതാണ്. വാട്ട് ഈസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ നെയിം ഫോർ ദ കോഡിലാറ്ററൽ ബി പി ക്യു ആർ? ബി പി ക്യു ആർ ഈ തന്നിട്ടുള്ള ഫിഗറിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് വരുന്ന പേരെന്താണെന്ന് നിങ്ങളോട് നിർദ്ദേശിക്കാനാണ് പറയുന്നത്. എന്താണ്? നമുക്കറിയാം ഇതെന്താണ്? ഒരു പാരലോഗ്രാം ആണ്. ഇതെന്താണ്? പാരലോഗ്രാം ആണ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം നോക്കാം. ബി എന്ന് പറയുന്നിടത്തെയും സി എന്ന് പറയുന്നിടത്തെയും കോർഡിനേറ്റുകൾ കണ്ടുപിടിക്കാനാണ് പറയുന്നത് അല്ലേ? അപ്പോൾ ബി എന്ന് പറയുന്നിടത്തെ കോർഡിനേറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പമാർഗ്ഗമുണ്ട്. നമുക്കറിയാം ഇതൊരു പാരലോഗ്രാം ആണ്. ഞാൻ ഈ ചിത്രത്തിനെ നേരെ സെപ്പറേറ്റ് ചെയ്ത് ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കോർഡിനേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ നമുക്കറിയാം ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് ആണ് കാണേണ്ടത്. ഇവിടുത്തെ എക്സ് കോർഡിനേറ്റും കാണും, ബിയിലെ എക്സ് കോർഡിനേറ്റ് കാണും, വൈ കോർഡിനേറ്റ് കാണും. എക്സ് കോർഡിനേറ്റ് കാണാൻ ഒരു എളുപ്പമാർഗ്ഗമുണ്ട്. ഈ ഓപ്പോസിറ്റ്, അതായത് ഈ പാരലോഗ്രാമിൻ്റെ ഈ ഓപ്പോസിറ്റ് ഉള്ള കോർണറിലെ കോർഡിനേറ്റുകൾ നോക്കാം. അത് രണ്ടും തന്നിട്ടില്ല നമുക്ക്. ഇവിടുത്തെ എക്സ് കോർഡിനേറ്റും ഇവിടുത്തെ എക്സ് കോർഡിനേറ്റും എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അതാണ് ഞാനിവിടെ പ്ലസ് ചിഹ്നം ഇട്ടിട്ടുള്ളത് കേട്ടോ. ഇവിടുത്തെ എക്സ് കോർഡിനേറ്റും ഇവിടുത്തെ എക്സ് കോർഡിനേറ്റും ആഡ് ചെയ്യുക. അപ്പോൾ 5ഉം 3ഉം ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 8 എന്ന് കിട്ടും. ആ 8ൽ നിന്ന് ഇവിടുത്തെ കോർഡിനേറ്റിലെ എക്സ് കോർഡിനേറ്റ് എന്ത് ചെയ്യുക? മൈനസ് ചെയ്ത് കൊടുക്കുക. ശ്രദ്ധിച്ച് കേൾക്കണേ. ഈ ഓപ്പോസിറ്റുള്ള എക്സ് കോർഡിനേറ്റുകൾ തമ്മിൽ ആഡ് ചെയ്തിട്ട് ഈ പറയുന്ന കോർഡിനേറ്റ് നമ്മൾ എക്സ് കോർഡിനേറ്റ് മൈനസ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? 5ഉം 3ഉം 8, 8ൽ നിന്ന് 6 മൈനസ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 2. അപ്പോൾ ഇവിടുത്തെ കോർഡിനേറ്റ് എന്ത് കിട്ടി? 2. അപ്പോൾ ഇനി ഇവിടുത്തെ വൈ കോർഡിനേറ്റ് കിട്ടാൻ എന്താ? ഇവിടുത്തെ വൈ കോർഡിനേറ്റും ഇവിടുത്തെ വൈ കോർഡിനേറ്റും ആഡ് ചെയ്യുക. 1ഉം 0 എത്രയാണ്? 1 തന്നെയല്ലേ കിട്ടുക? ആ 1ൽ നിന്ന് ഏത് മൈനസ് ചെയ്യുക? ഈ 1 മൈനസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആൻസർ എന്തെന്ന് കിട്ടും? 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ബി കോർഡിനേറ്റ് കിട്ടി, 2 0 എന്ന് കിട്ടി. സംഭവം മനസ്സിലായ? ക്ലിയർ ആയ? ഓക്കെ, ഇനി സി കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. നമുക്കറിയാം സി കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഇതല്ലേ? ഇവിടെ 2 0 ആണ്, ഇവിടെ 2 0, ഇവിടെ 5 0. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇതൊരൊറ്റ സ്ട്രൈറ്റ് ലൈൻ ആണെന്ന് മനസ്സിലായി, എക്സ് ആക്സിസിലാണെന്ന് മനസ്സിലായി അല്ലേ? അപ്പോൾ 2 0 ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എത്ര ദൂരം ഉണ്ടെന്ന് നോക്കി. എത്ര യൂണിറ്റ് ഡിഫറൻസ് ഉണ്ട്? 2 കഴിഞ്ഞിട്ട് പിന്നെ 5 അല്ലേ വരണേ? 3 യൂണിറ്റ് ആണ് ഡിഫറൻസ് വരുന്നത് അല്ലേ? നമുക്കറിയാം ഇത് മിഡ് പോയിന്റ് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഈ പി എന്ന് പറയുന്നത് എന്താണ്? മിഡ് പോയിന്റ് ആണ്. അപ്പോൾ ഇതേ ദൂരം തന്നെയല്ലേ ഇവിടെയും വരുന്നത്? ഇതേ ദൂരം തന്നെയാണ് എവിടെയും വരുന്നത്? ഇവിടെയും വരുന്നത്. അപ്പോൾ 3 യൂണിറ്റ് നമ്മൾ 5 കൂടെ നമ്മൾ ആഡ് ചെയ്താൽ മതി. 5 കൂടെ 3 യൂണിറ്റ് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും? 5 + 3 8. പിന്നെ എക്സ് ആക്സിസിലായതുകൊണ്ട് വൈ എന്തായിരിക്കും? 0 ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പോൾ ഈ 2 ക്വസ്റ്റ്യനും കിട്ടി. ഇതിനകത്ത് എത്ര മാർക്കാ? 3 മാർക്കാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 cm. മാർക്ക് എ പോയിന്റ് 7 cm away ഫ്രം ദ സെൻറ്റർ. ഡ്രോ ടാൻജൻറ്റ് ഫ്രം ദിസ് പോയിന്റ് ടു ദ സർക്കിൾ. വളരെ സിമ്പിളായിട്ട് 3 മാർക്ക് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനും എത്ര മാർക്ക് തന്നെയാണ്? 3 മാർക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ നോക്കാം. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 cm. അപ്പോൾ ആദ്യം നമ്മൾ എത്ര സെൻറ്റിമീറ്റർ എടുക്കണം? 3 സെൻറ്റിമീറ്റർ റേഡിയസിൽ കോമ്പസിൽ മെഷർമെൻ്റ് എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? നേരെ ഒരു സർക്കിൾ വരയ്ക്കുകയാണ്. സ്റ്റെപ്പുകളെല്ലാവരും പഠിച്ചു വെക്കട്ടോ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 3 സെൻറ്റിമീറ്ററിൽ 3 സെൻറ്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിൾ വരച്ചു. മാർക്ക് എ പോയിന്റ് 7 cm away ഫ്രം ദ സെൻറ്റർ. എത്ര? 7 സെൻറ്റിമീറ്റർ. ഇതാണ് സെൻറ്റർ. അവിടെ നിന്ന് എത്ര സെൻറ്റിമീറ്റർ അകലെയാണ് മാർക്ക് ചെയ്യേണ്ടത്? 7 സെൻറ്റിമീറ്റർ അകലെ. 7 സെൻറ്റിമീറ്റർ അകലെ എന്ത് ചെയ്യണം? ഒരു പോയിന്റ് മാർക്ക് ചെയ്യണം. അപ്പോൾ 7 സെൻറ്റിമീറ്റർ ഇവിടെ അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് 7 സെൻറ്റിമീറ്റർ കേട്ടോ. 7 സെൻറ്റിമീറ്റർ. ഓക്കെ, 7 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് ഈ പറയുന്ന സൈഡിനെ നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട് ബൈസെക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ സൈഡിൻ്റെ പകുതി കൂടുതലെടുത്തു. കണ്ട, പകുതി കൂടുതലെടുത്ത് മുകളിലേക്കും താഴേക്കും ഒരു ആർക്ക് വരക്കാം. അതേ അളവ് തന്നെ ഈ എൻഡിൽ വെച്ചിട്ട് മുകളിലേക്കും താഴേക്കും എന്ത് ചെയ്യുക? ആർക്ക് വരക്കാം. അതിനുശേഷം നമ്മൾ ഇത് തമ്മിൽ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക.
ഓക്കെ, ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തില്ലേ? ഇനി ഇതിൻ്റെ നേരെ സെൻറ്ററിൽ നീഡിൽ വെക്കുക. എന്നിട്ട് ഈ ഒരു അളവെടുക്കാം. ഓക്കെ, ഈ അളവെടുക്കുക. ഈ അളവ് തന്നെയാണ് എവിടെയും വരിക, ഇവിടെ ഉണ്ടാവുക. കണ്ട? ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു സെൻറ്റർ, ഇതിനെ സെൻറ്ററാക്കി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സർക്കിള് വരക്കുക. ഓക്കെ, ഒരു സർക്കിൾ വരച്ചില്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ വരച്ച സർക്കിള്, ഈ സർക്കിളിലെ ഈ പോയിന്റിലും അതുപോലെ തന്നെ ഈ പോയിന്റിലും എന്ത് ചെയ്തു, കട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? ആ കട്ട്, അപ്പോൾ നമ്മൾ ഈ പോയിന്റിൽ നിന്ന് അങ്ങോട്ടേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്ത് കൊടുക്കുക. ഈ വരക്കുന്നത് ടാൻജൻ്റ് ആണ് കേട്ടോ. ഈ വരക്കുന്നത് എന്താണ്, ടാൻജൻ്റ് ആണ്. പെൻസിലിന് ഇത്തിരി തെളിച്ചം കുറവുണ്ട്, അതുകൊണ്ടാണ് ഇത്തിരി ഡാർക്കായിട്ട് കാണാത്തത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു ടാൻജൻ്റ് ഇങ്ങോട്ട് വരക്കുക. ക്ലിയർ ആണോ? ഈ രണ്ട് ടാൻജൻറ്റിൻ്റെ നീളം എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് എത്ര മാർക്ക് കിട്ടി? സിമ്പിളായിട്ടൊരു 3 മാർക്ക് കിട്ടിയില്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് 4 ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ 4 × 3 12 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, 12 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളെ കമൻറ്റുകൾ നിങ്ങൾ എന്തായാലും നിങ്ങളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ.